നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരി, ടു, സോ എന്നിവയുടെ ഉപയോഗത്തെ പറ്റിയിട്ടാണ്. സെന്റൻസിൽ എപ്പോഴും വെരി, ടു, സോ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവിന് മുന്നേയും അല്ലെങ്കിൽ ഒരു ആഡ്വർബിന് മുന്നേയുമായിരിക്കും. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോടൊപ്പമാണ് നമ്മൾ എപ്പോഴും വെരി യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോടൊപ്പം എല്ലാം ടു ആണ് യൂസ് ചെയ്യുന്നത്. സോയും വെരിയും എപ്പോഴും ഒരു പോസിറ്റീവ് മീനിങ് തരുന്നു, എന്നാൽ ടു എപ്പോഴും ഒരു നെഗറ്റീവ് മീനിങ് ആണ് തരുന്നത്. ഉദാഹരണത്തിലൂടെ പരിചയപ്പെടാം. ദി കോഫി ഈസ് വെരി ഹോട്ട് ബട്ട് ഐ ക്യാൻ ഡ്രിങ്ക് ഇറ്റ്. കോഫി വളരെ ചൂടാണെങ്കിലും എനിക്ക് കുടിക്കാൻ കഴിയും. നമ്മളെക്കൊണ്ട് പോസിബിൾ ആവുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ വെരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടു എന്നുള്ള കാര്യത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും വെരിയാണ് യൂസ് ചെയ്യുന്നത്. ദി കോഫി ഈസ് ടു ഹോട്ട് ഐ കാൺ ഡ്രിങ്ക് ഇറ്റ്. കോഫി വളരെ ചൂടാണ്, അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റുകയില്ല എന്ന് പറയും. പോസിബിൾ അല്ലാത്തടത്താണ് ടു യൂസ് ചെയ്യുന്നത്. ദി ഫ്രിഡ്ജ് ഈസ് വെരി ഹെവി ബട്ട് മൈക്ക് ക്യാൻ ലിഫ്റ്റ് ഇറ്റ്. ഫ്രിഡ്ജ് വളരെ ഭാരം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ മൈക്കിന് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും അവനെ കൊണ്ട് അത് പൊക്കാൻ പറ്റും എന്നുള്ളതാണ്. പോസിബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ വെരി യൂസ് ചെയ്തു. ദി ഫ്രിഡ്ജ് ഈസ് ടു ഹെവി സ്റ്റീവ് കാൺ ലിഫ്റ്റ് ഇറ്റ്. ഫ്രിഡ്ജിന് വളരെയധികം ഭാരം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ സ്റ്റീവിന് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോട്ട് പോസിബിൾ ആയതുകൊണ്ട് തന്നെയാണ് വെരിയും ടൂയും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. വെരി യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് സോ. പക്ഷേ കുറച്ചുകൂടെ സോ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്ട്രോങ്ങർ ഫീലിംഗ് കിട്ടുന്നു നമുക്ക്. ഒരു എക്സാമ്പിൾ നോക്കാം. ഓ യു ഡ്രൈവ് സോ ഫാസ്റ്റ്. സോ യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റും കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ടു യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു നെഗറ്റീവ് മീനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് നോക്കാം. ഓ യു ഡ്രൈവ് ടു ഫാസ്റ്റ്, ഇറ്റ്സ് ഡേഞ്ചറസ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ എപ്പോഴും ആ നിയമങ്ങളെല്ലാം ലംഘിക്കുന്നു അല്ലെങ്കിൽ സ്പീഡിന് ലിമിറ്റ് വെക്കുന്നില്ല എന്നുള്ളത് മീൻ ചെയ്താണ് പറയുന്നത്. എപ്പോഴും ഒരു നെഗറ്റീവ് മീനിങ് ആണ് ടു യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. യു ഡ്രൈവ് സോ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് മീനിങ് ഉണ്ടാകുന്നു. യു ഡ്രൈവ് ടു ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ സോ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആഡ്വർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വെരിയേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ആഡ്വർബിനോ അഡ്ജക്റ്റീവിനോ മുൻ പ്രാധാന്യം നൽകിയാണ് പറയുന്നത്. ഒരിക്കലും സോയ്ക്കും കൂടെ ഒരു നൗൺ ഫോളോ ചെയ്ത് വരത്തില്ല. ഇവിടെ ഒരു പോസിറ്റീവ് മീനിങ് ആണ് ഉണ്ടാകുന്നത്. ഓ യു ഡ്രൈവ് സോ ഫാസ്റ്റ്. നമ്മൾ സോ ബ്യൂട്ടിഫുൾ ഡ്രസ് എന്ന് പറയില്ല. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഡ്രസ്. ഒരിക്കലും ടൂവും ഒരു നൗണിനൊപ്പം വരികയില്ല. ഓ യു ഡ്രൈവ് ടു ഫാസ്റ്റ്, ഇറ്റ്സ് ഡേഞ്ചറസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ദി ടെസ്റ്റ് വാസ് ഡാഷ് ഡിഫിക്കൽട്ട് ദാറ്റ് ഷീ കുഡിന്റ് ആൻസർ മെനി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടു, ഓപ്ഷൻ ബി വെരി, ഓപ്ഷൻ സി സോ. ഇതിനകത്ത് ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടു. ടെസ്റ്റ് വളരെയധികം പ്രയാസമായതിനാൽ അവൾക്ക് പല ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ താഴെ.